ഫെബ്രുവരി 9 വിശുദ്ധ അപ്പോളോണിയ കന്യക രക്തസാക്ഷി. ഈജിപ്തിലെ ഒരു തുറമുഖ പട്ടണമായ അലക്സാൻഡ്രിയ ക്രിസ്തുമതത്തിന് മുമ്പ് മുതൽ അറിയപ്പെട്ട ഒരു വൻ നഗരമായിരുന്നു. പിന്നീട് ഈ നഗരം ക്രിസ്തുമതത്തിൻ്റെ ഒരു കേന്ദ്രമായി തീർന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നതിനാൽ നീറോ മുതൽ ഡയക്ലീഷ്യൻ വരെയുള്ള റോമൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ അവിടെയും മതപീഡനം നടന്നിട്ടുണ്ട്. AD 250 ദെച്ചിയൂസ് ചക്രവർത്തിയുടെ കാലത്തും AD 258 വലേറിയൻ ചക്രവർത്തിയുടെ കാലത്തും ക്രിസ്ത്യാനികളെ വധിക്കാനും പീഡിപ്പിക്കാനുമുള്ള കൽപ്പനകൾ പുറത്തു വന്നിരുന്നു. ഇതനുസരിച്ച് ക്രൈസ്തവ ബലികളും ക്രൈസ്തവ സമ്മേളനങ്ങളും നിരോധിക്കപ്പെട്ടു. എല്ലാവരും റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കണം. റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാത്തവരും ധൂപിക്കാത്തവരും വധിക്കപ്പെടും. ദേവന്മാർക്ക് ബലിയർപ്പിക്കാത്ത ക്രിസ്തീയ പുരോഹിതർ ഉടൻ വധിക്കപ്പെടണമെന്നായിരുന്നു ചക്രവർത്തിമാരുടെ കൽപ്പന. ബലിയർപ്പണം അൽമായർക്ക് നിർബന്ധമായിരുന്നു. ക്രിസ്ത്യാനികൾ രാജ്യത്തിന് ഭയങ്കര നാശമുണ്ടാക്കുമെന്ന് അലക്സാൻഡ്രിയയിലെ ഒരു കവി പ്രവചിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഈജിപ്തിലെ ജനത ക്രിസ്ത്യാനികൾക്കെതിരെ ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടു. ദൈവദൂഷണം പറയാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ മെത്രാസ് എന്ന വയോവൃദ്ധൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചതിനു ശേഷം വിജാതിയർ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു. അവർ ക്വിസ്റ്റ എന്ന വനിതയെ പിടിച്ച് ബലമായി ദേവന്മാരുടെ ക്ഷേത്രത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി വിഗ്രഹങ്ങളെ ആരാധിക്കാൻ നിർബന്ധിച്ചു. അവൾ അതിന് വിസമ്മതിക്കുക മാത്രമല്ല, വിഗ്രഹങ്ങളെ ശപിക്കുകയും ചെയ്തു. അതിനാൽ അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ചമ്മട്ടി കൊണ്ട് അടിച്ചതിന് ശേഷം കല്ലെറിഞ്ഞു കൊന്നു. ക്രിസ്ത്യാനികളുടെ വസ്തുവകകൾ കൊള്ളയടിക്കപ്പെട്ടു. ക്രിസ്ത്യാനികൾ സകലതും ഉപേക്ഷിച്ച് അഭയകേന്ദ്രങ്ങളിലേക്ക് പലായനം ചെയ്തു. എന്നാൽ അന്നത്തെ ഉഗ്രമായ പീഡനകാലത്ത് ഒരു ക്രിസ്ത്യാനി പോലും ക്രിസ്തുവിനെ ഉപേക്ഷിച്ചില്ല എന്നാണ് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. മതമർദ്ദകരുടെ ഏറ്റവും വലിയ ഇരയും പ്രഖ്യാതയായ രക്തസാക്ഷിണിയും വൃദ്ധകന്യകയായ അപ്പോളോണിയയാണ്. അവർ ആ വൃദ്ധയെ അടിച്ച് പല്ലുകൾ മുഴുവൻ പൊഴിച്ചു കളഞ്ഞു. അതിനുശേഷം നഗരത്തിന് വെളിയിൽ അവർ ഒരു അഗ്നികുണ്ഡമുണ്ടാക്കി ആ സ്ത്രീയോട് പറഞ്ഞു, ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നിന്നെ ജീവനോടെ ദഹിപ്പിച്ചു കളയും. ഏതാനും നിമിഷം അവൾ മൗനമായി നിന്ന് ചിന്തിച്ച ശേഷം ചിതയിൽ ചാടി വെന്തു മരിച്ചു. മറ്റൊരു മാർഗവും അവളുടെ മുന്നിൽ ഇല്ലായിരുന്നു. വിശുദ്ധയുടെ ഈ പ്രവൃത്തി എല്ലാവർക്കും അനുകരണീയമല്ലെങ്കിലും അതൊരു ആത്മഹത്യയായി കണക്കാക്കപ്പെടുന്നില്ല. ആരാചാരന്മാർ തന്നെ എടുത്തുകൊണ്ടുപോയി തീയിൽ എറിയുന്നതിനേക്കാൾ അവൾക്ക് നല്ലതെന്ന് തോന്നിയത് അവൾ ചെയ്തു. ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് അവളെ തീയിൽ ചാടാൻ പ്രേരിപ്പിച്ചത്. അവളുടെ അഗ്നിപ്രവേശനം ദൈവസ്നേഹത്തിൻ്റെ ധീരമായ പ്രകടനമായി പ്രകീർത്തിക്കപ്പെടുന്നു. എന്നാൽ അലക്സാൻഡ്രിയയിലെ മതമർദ്ദനം വീണ്ടും തുടരുന്നു. സെറാഫി എന്ന ക്രിസ്ത്യാനിയെ വീട്ടിലിട്ട് ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം വീടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കൊന്നു കളഞ്ഞു. ഇത്തരം പീഡനങ്ങൾ 1 കൊല്ലത്തോളം നീണ്ടുനിന്നു. വലേറിയൻ ചക്രവർത്തിയുടെ കാലത്ത് അലക്സാൻഡ്രിയയിൽ മതപീഡനം വീണ്ടും അരങ്ങ് തകർത്ത് നടമാടി. അക്കൂട്ടത്തിൽ രക്തസാക്ഷിയായി മരിച്ച് വിശുദ്ധ സിപ്രിയാൻ കാർത്തജിലെ മെത്രാനായിരുന്നു. വിചിന്തനം: ആദിമ ക്രൈസ്തവർ രക്തസാക്ഷിത്വം അന്വേഷിച്ച് അലക്സാൻഡ്രിയയിലേക്ക്, റോമിലേക്ക് മറ്റും പോയിട്ടുണ്ട്. അതിനുള്ള ധീരത നമുക്കില്ലെങ്കിൽ സഹനം വഴി ദൈവത്തെ മഹത്വപ്പെടുത്താനും സ്നേഹിക്കാനും നമുക്ക് പരിശ്രമിക്കാം.